ഹായ് മുത്തുമണീസ്, എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനും സുഖമായിട്ടിരിക്കണപ്പാ. അതെ, ചിലരൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇടുന്നു, ചേച്ചി എന്തോരം പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, അതൊന്നും നടക്കുന്നില്ലെന്ന്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും അല്ല കേട്ടോ ഇതൊക്കെ നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജുകൾ ഇടുന്നുണ്ട്. ചേച്ചിയുടെ പ്രാർത്ഥന എങ്ങനെയാ? ഇല്ല, അങ്ങനത്തെ ഇന്നലെ അത് ഏതിനകത്താണ്, ഏതൊരു വീഡിയോയുടെ താഴെ വന്നതാണ്, നിങ്ങൾ ബാക്കിലേക്ക് നോക്കി അറിയാം. ചേച്ചിയുടെ പ്രാർത്ഥന എങ്ങനെ, ഞാൻ അങ്ങനെ എന്താ പറയുക, നമ്മൾ എന്താപ്പം ഞാനിത് പറയുക, അതായത് ഈ ദൈവം എന്ന് പറയുന്ന ആൾ അതേപടി, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളൂ, അതേപടി നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുകയൊന്നുമില്ല. അതിനതിൻ്റേതായ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞത്. അതായത് പലരിലൂടെ പല രീതിയിൽ നമുക്കത് പ്രകടമാകും, പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലാവണില്ല എന്ന് മാത്രം. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ജീവിതത്തിൽ, അതായത് ഞാൻ എൻ്റെ ആ ഒരു ലൈഫ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കരങ്ങൾ ഞാൻ കണ്ടു. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവമായിട്ട് ഇറക്കി വിട്ട ഒരുപാട് കരങ്ങൾ ഞാൻ അന്ന് കണ്ടതാണ്. അതിൻ്റെ ഒരു 6 മാസമൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇങ്ങോട്ട് വരും. അതായത് ഇനി എന്ത്, നമ്മളെ മറ്റുള്ളവരെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നതിനൊരു പരിധിയില്ലേ, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പം എല്ലാവർക്കും ആകെ കൺഫ്യൂഷനായി. എന്ത് ചെയ്യും, എന്ത് തുടങ്ങും, എങ്ങനെ മുന്നോട്ട് പോകും. അതിങ്ങനെ കൂലങ്കുഷിതമായ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പ്രൊഫഷണലി എനിക്കറിയാവുന്നത് യോഗയാണ്. പക്ഷേങ്കിൽ അത് നമ്മുടെ ഇവിടെ എന്തുമാത്രം വിജയിക്കുമെന്നോ, അല്ലെങ്കിൽ അത് ഇപ്പോൾ കുറേ കൂടെ പ്രചാരത്തിൽ വന്നു. എത്ര വർഷം മുന്നെയാണ്? 7 വർഷം മുന്നെയാണ് കേട്ടോ. ആ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ വന്നു. ഇനി അത് വിജയിക്കുമോ, എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒത്തിരി ചിന്തകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്നു കേട്ടോ. പലരും പല ബിസിനസ്സുകളുടെ കാര്യം, അല്ലെങ്കിൽ പല ജോലികളുടെ കാര്യം ഒക്കെ ഇങ്ങനെ നമ്മളുമായിട്ട് സംസാരിച്ചു. അപ്പം ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതായത് എനിക്ക് വീട്ടിൽ നിന്ന് ഒരു പരിധിയിൽ കൂടുതൽ വിട്ടു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളാണ്, ട്വിൻസാണ്. മൂത്തയാളും അധികമൊന്നും ആയിട്ടില്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിട്ടുള്ളൂ. അപ്പം അത്രയും ഇവരെ വിട്ടിട്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കാനും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജ്. അപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ കറക്റ്റ് ഞാൻ സ്പോട്ടും കൂടെ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് നമ്മുടെ എൻ്റെ മറ്റേ മൈ വേൾഡ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ മുറ്റത്തൊരു മൾബറി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ചിന്തിച്ച് കറിക്കരിയോ എന്തോ ആണ്, ഞാൻ എന്തോ തൊണ്ട് പൊളിക്കി തോല് പൊളിക്കി എന്തൊക്കെയോ സംഭവങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും എൻ്റെ ചിന്ത ഇതാണ്, എന്ത് ഞാൻ ചെയ്യും, എന്ത് ഞാൻ തുടങ്ങും, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കാനിടയായി. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് ചോദിച്ചു, നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണം? അപ്പം ഞാൻ പറഞ്ഞ്, എന്തായാലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, എനിക്കറിയാവുന്നൊരു പ്രൊഫഷൻ യോഗയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു യോഗ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാം, ലേഡീസിന് മാത്രം, ലേഡീസ് ഓൺലി ആയിട്ട് യോഗ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കണു. അല്ല, ലേഡീസ് ഓൺലി എന്ന് അന്നേരം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, യോഗ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഒട്ടനെ എടുത്തടിച്ച് ചോദിച്ച ഒരു ചോദ്യം, അത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പാർക്കായി. അതായത് എൻ്റെ അടുത്ത് ചോദിച്ചാണ്, നീ ഇങ്ങനെ യോഗ സെൻറ്റർ മാത്രമായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ലേഡീസ് ഓൺലി ആയിട്ടൊരു യോഗ സെൻറ്റർ, കൂടെ ഒരു ലേഡീസിന് മാത്രം ആകുമ്പോഴത്തേക്കും ഒരു ജിമ്മും കൂടെ സ്റ്റാർട്ട് ചെയ്യണത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. അത് ശരിക്കും ഒരു സ്പാർക്കായിരുന്നു. അതായത് നമ്മളിങ്ങനെ കൺഫ്യൂഷനിലിരിക്കുന്ന ഇങ്ങനെ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവം എനിക്കൊരു വഴി കാണിച്ചതാ കറക്റ്റായിട്ടുള്ളൊരു വഴി കാണിച്ചതാ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് ടെൻഷനാണ്, കാരണം എനിക്കറിയാവുന്ന ഒരു പ്രൊഫഷൻ യോഗയാണ്. അത് വെച്ച് നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റും, പുറത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും ഓക്കെ, ഇവിടെ എങ്ങനെ നിലനിൽക്കാൻ പറ്റും എന്ന കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മറുപടി അതെനിക്കൊരു എന്തൊരു സ്പാർക്ക് ശരിക്കും ഇട്ട് തന്നെന്ന് പറയത്തില്ലേ, ആ ഒരു രീതിയിൽ എൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു സംഭവമായിരുന്നു. ആലോചിച്ചപ്പോൾ കൊള്ളാലോ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ അടുത്തും ഞാൻ പറഞ്ഞില്ല, കുറച്ച് പേരെ നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരുന്ന അവരുടെ അടുത്തും പറഞ്ഞപ്പം അവർക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. പിന്നീട് അതിന് ശേഷമാണ് ഞാൻ ഈ ജിം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോവുകയും ഇത് ലേഡീസിന് മാത്രമായിട്ട് തുടങ്ങാം എന്നുള്ളൊരു കൺസെപ്റ്റ് മുന്നിൽ വന്നിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. പക്ഷേ അന്ന് ഞാൻ അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്തായി തീരുമാനമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ശരിക്കും അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ എൻ്റെ ജീവിതത്തെ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ദൈവം എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു അത്. അങ്ങനെയാണ്
നമ്മുടെ മുന്നിലേക്ക് വരണം. അല്ലാണ്ട് ദൈവം ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ തുറന്നിങ്ങനെ ഇറങ്ങി വന്നിട്ട് നീ ഇന്നാ ഇത് പിടിച്ചോ, അല്ലെങ്കിൽ ഈ ഐഡിയയിലൂടെ നീ അങ്ങോട്ട് പോയിക്കോ, അങ്ങനെയൊന്നും പറയത്തില്ല. നമുക്കത് മനസ്സിലാക്കാനുള്ള ശകലം മൂള ഉണ്ടായാൽ മതി, അല്ലേ? അങ്ങനെയാണ്. അതായത് പല രീതിയിൽ നമുക്ക് വരും. അതായത് ഈ പല ക്രൈസിസിലൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതം മടുത്തു, ഇനി മരിച്ചു കളഞ്ഞാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളോട് പറയണം, വെയിറ്റ്, നീ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വരട്ടെ, നമുക്കൊരു കോമ ഇട്ടിട്ട് മുന്നോട്ട് പോകാം. അതായത് കുറച്ചുകൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം, ഒരു പക്ഷേ നമുക്ക് വിജയിക്കാൻ സാധിച്ചാലോ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ജീവിതം നിർത്താം എന്ന് വിചാരിച്ചിരുന്നയാൾക്ക് ഒന്നുകൂടെ ഒന്ന് മുന്നോട്ട് പോയാലോ എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരും. ആ പറയാനായിട്ട് വന്ന ഒരാൾ ഈ പറയുന്ന ദൈവത്തിൻ്റെ കൈകളാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ആൾ വന്നില്ലായിരുന്നെങ്കിൽ ആ ഒറ്റ നിമിഷത്തെ ചിന്തയിൽ ആത്മഹത്യയിലേക്ക് പോകുന്നവരുണ്ട്, ഇല്ലേ? ആ ഒരു സമയത്ത് നമ്മളെ അവിടെ നിന്ന് ഒന്ന് തിരിച്ചു വിടാനായിട്ട് വരുന്ന വ്യക്തികൾ, അവർ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവരാണ്. ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്കിത് കാണാൻ പറ്റുമെന്നേ. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. എല്ലാവരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മൾ ദൈവത്തോട് അടുക്കുന്നതനുസരിച്ച് പ്രശ്നങ്ങളും ദുരിതങ്ങളും ആ സ്റ്റാർട്ടിങ് ടൈമിലാണ് കേട്ടോ, നമുക്കൊന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. നീ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമോ, എന്നെ വിട്ടു പോകുമോ എന്ന് ദൈവത്തിനും കൂടെ ഒന്ന് അറിയണ്ടായോ? അല്ലാതെ ഇങ്ങനെ കൈകളിലേക്ക് ഇങ്ങനെ കൂടി വെച്ച് തരുമൊന്നുമില്ല. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ വീണ്ടും പ്രാർത്ഥനയൊക്കെ വിട്ടിട്ട് നമ്മൾ ബാക്കിലേക്ക് പോരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ ശരിക്കും വീണ്ടും എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോവാനായിട്ടുള്ളൊരു എന്താ പറയുക, ശക്തി ആർജിച്ച് മുന്നോട്ട് വരേണ്ടത്. നമ്മൾ എത്രമാത്രം അടുക്കുന്നോ അത്രപോലെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വന്നോളും. പിന്നെ നമ്മളെല്ലാം അങ്ങോട്ട് വിട്ടുകൊടുക്കുക, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്ന് മുന്നോട്ട് പോകേണ്ടത്. അല്ലാണ്ട് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് കരഞ്ഞ് എന്താ പറയുക, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, എല്ലാം പോയില്ലോ എന്നും വിചാരിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ട. അവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കണം. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഒരൊറ്റ വാക്കായിരിക്കും ആ വരുന്ന വ്യക്തി. അതാണ് ദൈവത്തിൻ്റെ ദൈവം എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, അവിടെ നിന്ന് നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് തരുമൊന്നുമില്ല. വഴികൾ തെളിച്ചു തരും. ആ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി വിജയിക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു നുറുങ്ങുവെട്ടമായിട്ടൊരു പ്രതീക്ഷ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ, ജീവൻ്റെ ഒരു പ്രതീക്ഷ, ജീവിതത്തിലേക്കുള്ളൊരു പ്രതീക്ഷ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത്. പിന്നെന്താ, പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ, ചേച്ചിയുടെ പ്രാർത്ഥന എങ്ങനെയാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നീട്ടി, ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, കുറേ ഇങ്ങനെ പ്രഭാത പ്രാർത്ഥനയാണെങ്കിലും സന്ധ്യാപ്രാർത്ഥനയാണെങ്കിലൊക്കെ കുറേ ലെങ്ത് ഉണ്ട്. ഞാൻ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് പോകും. ഞാൻ വെറുതെ ഇങ്ങനെ ബുക്ക് വായിക്കുന്ന പോലെ വായിക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പ്രാർത്ഥനയിലേക്ക് ഇൻവോൾവ് ആവാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ ഒരു 4:30, ചിലപ്പോൾ 4:15, 4:30 ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താ പറയുക, ഓടിപ്പോയി പ്രാർത്ഥിക്കാനിരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. എനിക്കൊരു ടൈമുണ്ട്. ആ ടൈം വരെ ഞാൻ കിച്ചണിലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒതുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കും. അതായത് രാവിലെ കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പം അതെല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് ഒതുക്കിയതിന് ശേഷം ഒരു 5:15 ആകുമ്പോഴത്തേക്കും ഞാൻ ഫ്രഷായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടിരിക്കും. അത് ഒരു 5:10 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 5:10, 5:15 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 5:30, 5:35 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ ഈ പ്രഭാത പ്രാർത്ഥനയും, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഉടമ്പടിയിലുള്ള ഒരാളാണ്, അപ്പോൾ ആ ഉടമ്പടി പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് അങ്ങോട്ട് പ്രാർത്ഥിച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ചില ദിവസങ്ങളിൽ ഞാൻ വൈകിപ്പോയി എന്നുണ്ടെങ്കിൽ, അലാറം എങ്ങാനും അടിക്കാൻ വൈകിപ്പോയി എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എൻ്റെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ മുടക്കത്തില്ല. അത് മാത്രം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ബാലൻസ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സമയം നോക്കിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടൈം ഞാൻ നോക്കും കേട്ടോ. അതായത് 5:15നും 5:30ക്കും ഇടയ്ക്ക്, 5:30 വിട്ടുപോവാതെ അതിൻ്റെ ഉള്ളിൽ 5:30ക്ക് തീർക്കാവുന്ന രീതിയിൽ 5:30 എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥനയിൽ ആയിരിക്കും. പിന്നീട് അതിന് ശേഷം
ഉച്ചയ്ക്ക്, അതായത് ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പ്രാർത്ഥനയുണ്ടെങ്കിൽ, പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ നമുക്ക് വലിയ നീട്ട പ്രാർത്ഥനയും കാര്യങ്ങളും ഒന്നുമല്ല. അതായത് എൻ്റെ മനസ്സിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന. അതിങ്ങനെ കുറേ നേരം ഇങ്ങനെ നീട്ടി പ്രാർത്ഥനയൊന്നുമില്ല, എന്നാലും ഒരു 10-15 മിനിറ്റ് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് കൊന്ത ചൊല്ലാറുണ്ട്. ആ സമയത്ത് സമയമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥന, അത് നമ്മളിങ്ങനെ വിളിച്ചു കൂവി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മൈൻഡിൽ ആ ഒരു സംഭവം ഉണ്ടായിരിക്കും. പിന്നെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം മെയിൻ പ്രശ്നം എന്താണെന്നറിയാമോ, ഞാൻ ഇപ്പോൾ വീട്ടിലുണ്ടാവും, ചിലപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും കോൾ വരണേ, ആ സമയത്ത് എനിക്ക് പുറത്ത് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെയാണോ അവിടെ ആ ഒരു സമയത്ത് പ്രാർത്ഥന. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, പല പല പണികളാണല്ലോ നമുക്ക്. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 7 മണിക്ക് ഉള്ളിൽ സന്ധ്യാപ്രാർത്ഥന നടത്തണം എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ സാഹചര്യത്തിൽ അത് നടക്കില്ല. കാരണം ഞാൻ വീട്ടിൽ എൻ്റെ ഇത് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്ന് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഒരു 6:45 7 മണി എന്തായാലും ആവും. അപ്പം ആ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുളിച്ച് ഒക്കെ ഫ്രഷ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് അപ്പോഴത്തേക്കും പിള്ളേർ ക്ലാസ്സിൽ കയറും, ട്യൂഷനുണ്ട്, അതിന് കയറും ഇതിന് കയറും ഒക്കെ. അപ്പോൾ എല്ലാവരെയും കൂടെ പിടിച്ച് കിട്ടുന്ന ഒരു സമയം വരത്തില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്ത് രാത്രി പ്രാർത്ഥന എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് വൈകും. അതായത് എനിക്ക് മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ പണികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് ആണ് എനിക്ക് കൂടുതൽ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സമയം അത്യാവശ്യം ഒന്ന് ഒതുക്കി എല്ലാം വെച്ചതിന് ശേഷം ഞാനൊന്ന് ഫ്രീ ആയതിനു ശേഷം പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കും. അതാണ് എൻ്റെ ഒരു പ്രാർത്ഥനാ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാതെ ഇങ്ങനെ ആ ഒരു കറക്റ്റ് ഇങ്ങനെ കുറേ ഇങ്ങനെ വായിച്ചു പോയി പ്രാർത്ഥിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾ എപ്പോൾ ഫ്രീ ആകുന്നോ, നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റുന്നത് എപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും അതിനകത്തേക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ എങ്കിൽ ഈ പറയുന്ന രാവിലത്തെ ഈ ഒരു സമയവും ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം മുടക്കാറില്ല. അത് അങ്ങനെ പോകണമെന്നാണ് ഇനിയും എൻ്റെ ഒരു ആഗ്രഹം. ദൈവം അനുവദിച്ചാൽ. നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റിയല്ലോ. പിന്നെ ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ അധികം ഇങ്ങനെ കുറേ ഈ പറഞ്ഞത് പോണൊക്കെ കുറേ ഇങ്ങനെ നീട്ടി പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പം നല്ല രീതിയിൽ പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ദൈവം പല വഴിയിലൂടെ, ഞാനിപ്പോൾ എൻ്റെ പല അനുഭവങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പല വഴിയിലൂടെ നമുക്ക് ഓരോരോ കാര്യങ്ങളിങ്ങനെ അടുപ്പിച്ച് തരും. ഇപ്പം അതിനകത്തേക്ക് ചെന്ന് നമ്മൾ പ്രാർത്ഥനയിലേക്ക് വന്നിട്ട് പിന്തിരിഞ്ഞു പോയി ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് പരീക്ഷണങ്ങൾ വളരെ കൂടുതലായിരിക്കും ആ ഒരു സമയത്ത്. അപ്പം നമ്മൾ അതിനെ വിട്ടിട്ട് പുറകോട്ട് പോന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ കുറേ ഇതൊക്കെ നടത്തിയതായിരുന്നു, എന്നിട്ട് എനിക്കിതിൻ്റെ ഗുണമൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പം അവരോടാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം വീണ്ടും നമുക്ക് വരുന്ന പരീക്ഷണങ്ങളാണെന്ന് കരുതണം. ഈ ദൈവികമായ ശക്തി എന്നതുപോലെ തന്നെ പൈശാചികമായ ശക്തിയും ഉണ്ട് കുഞ്ഞുങ്ങളല്ല, ചേച്ചിമാരെ ചേട്ടന്മാരെ എല്ലാവർക്കും എന്നേക്കാളും ഒക്കെ അനുഭവങ്ങൾ ഒരുപാട് കൂടുതലുള്ളവരായിരിക്കും. അപ്പം ആ ഒരു ശക്തിയെ മാറ്റി നിർത്താനായിട്ടുള്ളൊരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ, അനുഗ്രഹങ്ങൾ വരുന്നതായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പം അതുവരെ നമ്മൾ പിടിച്ചു നിന്നേ പറ്റുള്ളൂ, മനസ്സിനെ ശക്തിപ്പെടുത്തിയേ പറ്റുള്ളൂ. ഒരാൾക്ക് ജീവിതം നഷ്ടപ്പെട്ട ഒരാൾക്ക്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു നാമ്പ് പ്രതീക്ഷ, ഒരു തിരുനാളം തെളിയിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ദൈവികമായ കാര്യം. അതല്ലേ, ആ വരുന്ന ആളല്ലേ ദൈവതുല്യനായി നമ്മൾ കാണുന്നത് അല്ലേ? ആണ്. അത് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയവർക്കേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു സ്പാർക്ക് നമുക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ടേണിംഗ് പോയിന്റിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ട്, അത് നമുക്ക് ആ ഒരു ഇതിലൂടെ അനുഭവിച്ച് മുന്നോട്ട് പോയവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ദൈവത്തെ കാണുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരുപാട് നമുക്കിങ്ങനെ പറയാനുണ്ടാവും, എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ. ഞാനത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്റ്റാർട്ടിങ് ടു ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ ഇവരൊക്കെ, അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോഴും എന്നോട് ചേർന്ന് തന്നെ പോകുന്നു. അവരുടെ ആ ഒരു ബാക്ക് സപ്പോർട്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഇങ്ങനെ ഒന്നും നിൽക്കത്തില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി എനിക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാം. ആ ഒരു ബലം എനിക്കിപ്പോഴും, ആ ഒരു ധൈര്യം, എന്നെ കൈവിടില്ല എന്നുള്ള ഒരു എന്താ പറയുക,
ഒരു ആത്മവിശ്വാസമാണത്. അത് എൻ്റെ അടുത്ത് ഉള്ളിടത്തോളം കാലം ഞാൻ അതിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകും. ഈശ്വരൻ എന്നെ അതിൽ നിന്നും ഒരിക്കലും കൈവിടിയില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ, ആ ഒരു ആത്മബലത്തിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മളെ ഒരു പ്രതീക്ഷയിൽ അങ്ങോട്ട് അങ്ങോട്ട് പോവുക. അത് നല്ല പ്രതീക്ഷയായിരിക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ അയ്യോ ഞാൻ പോയേന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിച്ചുകൊണ്ടല്ല, ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിൽ പോവുക. ദൈവത്തിൻ്റെ പല പല രീതിയിലുള്ള കരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം എന്താ പറയുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്. പറയാൻ മറന്നുപോയി, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് വായിച്ച് ഞാൻ സന്തോഷിച്ചോട്ടെ, സമാധാനിച്ചോട്ടെ. അതുകൊണ്ട് പറ്റുമെങ്കിൽ നല്ല നല്ല കമൻറ്റ്സ് എന്നല്ല, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറന്നു പോകാണ്ടിരിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.